Meet the editors. ആരും അറിയാതെയോ എന്നാണ് ചോദ്യം. പേഴ്സണിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് പോലെ കേരളത്തിൻ്റെ വളരെ അഭിമാനകരമായ ഒരു പോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം തന്നെ MSC കമ്പനിക്ക് ലഭ്യമാകുന്ന തരത്തിൽ നിക്ഷേപം നടന്നിട്ടും അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി 61% തുക മുടക്കിയിരിക്കുന്ന കേരള സർക്കാർ 2060 ശേഷം പൂർണ്ണമായ ഉടമസ്ഥാവകാശവും ലഭിക്കേണ്ട കേരള സർക്കാർ അറിയാതെയാണ് ഉടമസ്ഥാവകാശം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം കൺസെഷൻ എഗ്രിമെൻറ്റിൽ ആ ക്ലോസ് ഉണ്ട്, 25% മുകളിൽ വന്നാൽ ഉടമസ്ഥാവകാശം തന്നെ മാറും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഉടമസ്ഥാവകാശം സ്വാഭാവികമായി MSCക്ക് കൂടി പോകും. 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC എന്ന് പറയുന്ന കമ്പനി നടത്തിയിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ, നമ്മളാരും അറിയാതെയാണോ? നമുക്ക് ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് തോന്നുന്ന ഒരു ഡീലാണ് ഇത്. ഇന്നലെ അദാനി ഗ്രൂപ്പാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ CEO ആണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ അദാനി ഗ്രൂപ്പ് CEO പറയുകയാണ്, ഇങ്ങനെ ഒരു വലിയ ഡീലിൽ പ്രാഥമിക ധാരണയിലെത്തിയിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നുവെന്ന് അദാനിയാണ് അറിയിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് കേരള സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാർ ഉടമയായിരിക്കുന്ന ഒരു തുറമുഖത്തിൻ്റെ ഓഹരികൾ ഒരു വിദേശ കമ്പനിക്ക് കേരള സർക്കാർ അറിയാതെ വിൽക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ വിൽക്കുന്നതിനുള്ള പ്രാഥമിക കരാർ അദാനി ഒപ്പുവെച്ചു എന്നുള്ളതാണ്. 49% ഓഹരിയാണ് വിദേശ MSC എന്ന് പറയുന്ന വിദേശ കപ്പൽ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 49% ഓഹരി, അതിലൂടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ദേശാഭിമാനി അടക്കം ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തയൊക്കെ നൽകിയിട്ടുണ്ട്. ആ വാർത്ത ഓൺലൈനിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറയുന്നു. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് പിണറായി വിജയൻ എന്ന നിയമസഭയിൽ ഇത് ഒരു കുത്തക കമ്പനിക്ക് ഇത്രയും കൂടുതൽ ഓഹരി 49% ഓഹരി കൈമാറുന്നത് അത് ഒരു കുത്തക അവകാശമായി മാറും എന്നൊക്കെയുള്ള ആശങ്ക നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇവിടെ അദാനി എന്തിനാണ് ഇങ്ങനെയൊരു ഡീൽ സംസ്ഥാന സർക്കാർ അറിയാതെ ഈ ഒരു ഡീൽ അദാനി ഇതിനു മുൻപ് 2 തുറമുഖത്ത് ഇതേപോലെ MSC കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ഗുജറാത്തിലെ മുദ്ര തുറമുഖം, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ എന്നൂർ തുറമുഖത്തും ഇതേപോലുള്ള 2 തുറമുഖത്തും ഈ MSC കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്, ഓഹരികൾ വിറ്റിട്ടുണ്ട്. ഏതാണ്ട് അതേ മാതൃകയിലാണ് ഈ MSC കമ്പനിയുമായി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 49% ഓഹരികൾ ഈ കമ്പനിക്ക് കൈമാറാൻ ധാരണയാകുന്നു. 13,000 കോടി രൂപ ഈ കമ്പനി വിഴിഞ്ഞത്ത് നിക്ഷേപിക്കാൻ പോകുന്നു. നോക്കൂ, വിഴിഞ്ഞം തുറമുഖത്തിൽ ഇതുവരെ അദാനി നിക്ഷേപിച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത്, അദാനി ചിലവാക്കിയിരിക്കുന്ന പണം എന്ന് പറയുന്നത് വെറും 2,404 കോടി രൂപ, 2,454 കോടി രൂപയാണ്. 40 വർഷത്തേക്കാണ് കരാർ. കേരള സർക്കാർ മുടക്കിയിരിക്കുന്നത് 5,595 കോടി രൂപയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 27,000 കോടി രൂപയാണ്. 27,000 കോടി രൂപ. അപ്പോൾ ആ 27,000 കോടി രൂപ മൂല്യം കാണിച്ചുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര സ്വിസ് കപ്പൽ കമ്പനിയായ MSCയിൽ നിന്ന് ഇപ്പോൾ 13,000 കോടി രൂപ നിക്ഷേപം അദാനി നേടാൻ പോകുന്നത്. 49% ഓഹരി വിറ്റിട്ട് ഈ വിഴിഞ്ഞം തുറമുഖം കേരള സർക്കാരും അദാനിയും തമ്മിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാറിൻ്റെ ക്ലോസിൽ 5.3 വളരെ കൃത്യമായി പറയുന്നുണ്ട്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി ഏതെങ്കിലും കമ്പനിക്ക് കൈമാറുന്നുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ഇനി 25% കൂടുതൽ ഓഹരി കൈമാറുന്നുണ്ടെങ്കിൽ അത് ഉടമസ്ഥാവകാശം കൈമാറൽ കൂടിയാണ്, അതിന് മുൻകൂർ അനുമതി വാങ്ങണം. ഇതൊന്നും തന്നെ അദാനി ഇവിടെ പാലിച്ചിട്ടില്ല. അപ്പോൾ അദാനി ആരും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി കേരളത്തിലും പ്രവർത്തിച്ചു തുടങ്ങിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദാനിയെ ആര് കൊണ്ടുവന്നു? അദാനി ആരാണ് കൊണ്ടുവന്നത്?
അത് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് എന്ന് ഇടതുപക്ഷം പറയുന്നു, ഇടതുപക്ഷമാണ് കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. ഇന്ത്യ സഖ്യം യോഗത്തിൽ വരെ ഇതുവരെ ചർച്ചയായല്ലോ. അദാനിയെ കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചത്. നിങ്ങൾക്ക് വസ്തുത അറിയാത്തത് കൊണ്ടാണ് എന്ന് ജോൺ ബ്രിട്ടാസ് തിരിച്ച് രാഹുൽ ഗാന്ധിയോട് മറുപടി പറയുന്നു. അപ്പോൾ അദാനി ഇങ്ങനെ ഒരു വിവാദ വ്യവസായിയായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിൽ അദാനി പ്രബലനാണ്, ശക്തനാണ്, ഒരു സംശയവും വേണ്ട. ആ അദാനി കേരളത്തിലെ സർക്കാർ പോലും അറിയാതെ ഇപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ, കേരളത്തിന് ഉടമസ്ഥാവകാശമുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരി വിൽക്കുകയാണ്. നോക്കി, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ രണ്ടാം ഫേസ്, സെക്കൻഡ് ഫേസ് വികസന പദ്ധതിയിൽ അദാനി നിക്ഷേപിക്കേണ്ടത് 16,000 കോടി രൂപയാണ്. 16,000 കോടി രൂപ അത് അദാനി നിക്ഷേപിക്കണം. ആ 16,000 കോടി രൂപ നിക്ഷേപിക്കേണ്ടിടത്താണ് 49% ഓഹരി വിറ്റ് ഈ MSC കമ്പനിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ 13,000 കോടി രൂപ നിക്ഷേപിക്കും. അദാനിയുടെ കയ്യിൽ നിന്ന് ഒരു പണവും ചിലവാകുന്നില്ല. അദാനി അങ്ങനെ ഒരു വിദേശ കമ്പനിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ശരിയാണ്, വിദേശ നിക്ഷേപം വേണം, സ്വകാര്യ നിക്ഷേപം വേണം, വികസനത്തിന് ഇതൊക്കെ വേണം. പക്ഷേ ഇവിടെ ഉടമസ്ഥാവകാശമുള്ള കേരള സർക്കാർ അറിയുന്നില്ല. ഇവിടെ സുരക്ഷാ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി വ്യക്തതയില്ല. അദാനിയാകുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യമാണോ എന്നതറിയില്ല. കേന്ദ്ര സർക്കാരുമായി ഇതിന് പിന്നിൽ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന കാര്യവും അറിയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഡീൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഏകപക്ഷീയമായി അദാനി ഇങ്ങനെ പോയി ഓഹരി വിൽക്കാനുള്ളൊരു തീരുമാനം ഒരിക്കലും എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനൊക്കെ തന്നെ ചില ധാരണകൾ ഉണ്ടായിരിക്കും. അതൊരു രഹസ്യ ധാരണയായിരിക്കും. തീർച്ചയായും ചൂണ്ടിക്കാണിക്കാവുന്നത് നേരായ രീതിയിലല്ല, ഈ ചട്ടങ്ങൾ പ്രകാരമല്ല, ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ധാരണ പ്രകാരവുമല്ല അദാനി ഈ ഒരു ഡീലിന് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശദമായി പരിശോധിക്കപ്പെടണം. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് പൊതു താല്പര്യം കണക്കിലെടുത്ത്, ദേശീയ സുരക്ഷ കണക്കിലെടുത്ത്, കേരളത്തിൻ്റെ വികസന താല്പര്യം കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നതാണ്. അതെന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഇടപാടിൽ വലിയ ദുരൂഹതയുണ്ട്. MSC കപ്പലുമായി ബന്ധപ്പെട്ട്, കമ്പനിയുടെ കപ്പലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് മുദ്ര പോർട്ടിൽ നിന്ന് വലിയ ഡ്രഗ് കാർട്ടലുകൾ, വലിയ മയക്കുമരുന്ന് ശേഖരമൊക്കെ തന്നെ പിടിച്ചിട്ടുള്ളത്. അതെ. മാത്രമല്ല 2019 അമേരിക്കയിൽ ഈ MSC കപ്പലിൽ നിന്ന് ഏതാണ്ട് 20 ടൺ കൊക്കൈൻ പിടിച്ചിട്ടുണ്ട്. 20 ടൺ കൊക്കൈൻ പിടിച്ചിട്ടുണ്ട്. അന്ന് നടത്തിയിട്ടുള്ള അമേരിക്കൻ അന്വേഷണ ഏജൻസികളുടെ പരിശോധനയിൽ ഈ യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മയക്കുമരുന്ന് കാർട്ടലുകൾ, ബാൽക്കൺ കാർട്ടൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് സംഘങ്ങൾ ഈ MSC കപ്പലിൻ്റെ ജീവനക്കാരെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പല കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കപ്പലുകളൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടി $50 മില്യൺ പിഴ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിലൊക്കെ തന്നെ ലോകത്ത് വലിയ ആശങ്കകൾ ഈ കപ്പലിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉയരുന്നുണ്ട്. കൊച്ചി കടപ്പുറത്തും തുറമുഖത്തും സമാനമായ രീതിയിൽ, അത് MSC കപ്പലിൽ നിന്നല്ല, വേറൊരു കപ്പലിലാണ്. പക്ഷേ ആ കപ്പൽ വന്ന് നിന്നതൊക്കെ തന്നെ MSC കപ്പൽ വരാനുള്ള സ്ഥലത്താണെന്നൊക്കെയാണെന്ന് പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ ആശങ്കകളും അവ്യക്തതകളും ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് 27,000 കോടി രൂപയുടെ മൂല്യം ഉണ്ടായിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് കേരള സർക്കാർ അറിയാതെ അതിൻ്റെ ഓഹരികൾ ഒളിച്ചു കടത്തി, ഒളിച്ചു വിറ്റ് അദാനി പണമുണ്ടാക്കിയൊരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്, രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. ആരും അറിയാതെയാണോ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരി MSC എന്ന കപ്പൽ ഭീമന് വിറ്റത് എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ നോക്കൂ, തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ ഒരു വിദേശ നിക്ഷേപം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വാർത്തയായിട്ടാണ് ഇന്ന് പത്രങ്ങളെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വികസനത്തിൽ വലിയ മേഖലകളിലേക്ക് നമുക്ക് വളരാൻ കഴിയുന്നൊരു സാഹചര്യം ഉരുത്തിരിയുന്നു എന്ന മട്ടിലാണ് ഇന്ന് എല്ലാ പത്രങ്ങളും അതിനെ വാർത്ത നൽകിയത്. അതിനുശേഷം അത് പരിശോധിക്കുമ്പോഴാണ് ആ കരാറിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അദാനി ആരായിരുന്നു 2016 മുമ്പ്, 2016 ശേഷം അദാനി ആരായി മാറി, 2026 എത്തി നിൽക്കുമ്പോൾ അദാനിയുടെ വളർച്ച എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായി പരിശോധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക്
ഒഴിച്ചുകൂടാനാകാത്ത രീതിയിൽ അദാനി നമ്മുടെ ഭാഗമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിർബന്ധിതമായിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളും രാജ്യവും നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് അദാനിയെ വളർത്തിയിരിക്കുന്നു ഈ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ പാർട്ണർ എന്നതിനപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ണറായിട്ടാണ് അദാനി പ്രവർത്തിച്ചുള്ളത് നമുക്കറിയാം. അപ്പോൾ എല്ലാ കരാറുകളും അദാനിക്ക് നൽകുന്നതിനെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുള്ള ഒരു മോണോപ്പൊളി സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നിയമസഭയിൽ നടന്ന ആ പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും അവരുടെ ആശങ്കകൾ പരസ്പരം വളരെ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇരു കൂട്ടരും പറഞ്ഞിരിക്കുന്ന ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകളുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ മുഖ്യമന്ത്രി ഇന്ന് പറയുന്നു, ഇന്ന് രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല, പത്രവാർത്തയിൽ നിന്നാണ് ഞാൻ അറിയുന്നത്, മുഖ്യമന്ത്രി സഭയിൽ പറയുകയാണ്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അദാനി പോർട്ട് ഇത് സംബന്ധിച്ച ഒരു കത്തിടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റിന് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഈ കൺസെഷൻ എഗ്രിമെന്റിനകത്തെ ക്ലോസ് 5.3 വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. നമുക്ക് മുൻകൂർ അനുമതിയില്ലാതെ അവർക്ക് ഒരു തരത്തിലും ഈ തരത്തിൽ ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 25% മീതെയുള്ള ഒരു കരാർ കൊടുക്കുമ്പോൾ അത് ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്ന 75% മുകളിലേക്ക് പോകുന്ന ഒരു കാര്യമായാൽ അവിടെ ഒരു പരിശോധന വേണ്ടിവരും. 25% ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റ് അനുമതിയില്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല, ഒരു രേഖയും സംസ്ഥാന സർക്കാരിലേക്ക് വന്നിട്ടില്ല. അത് വരാതെ തന്നെ അദാനി അത് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് മോദിയുമായി ബന്ധപ്പെട്ടൊക്കെ അദാനിക്കുള്ള ആ ഒരു പവറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ ഈ രേഖകൾ വരുമ്പോൾ അതിൽ പരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മയക്കുമരുന്ന് കാർട്ടലുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം പല രാജ്യങ്ങളിലും ഈ കമ്പനിയുടെ ഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്, അതായത് ഈ ജനത്തിന് ഗുണകരമാകുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഈ വികസനം ഗുണം ചെയ്യും, ഇത് ഒരു പദ്ധതിയിൽ നിന്നും അടുത്തതിലേക്ക് ഒരു ചങ്ങല പോലെ എങ്ങനെ അതിനെ വികസിപ്പിക്കാം, അതിൻ്റെ മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിച്ച് ആ രൂപത്തിലാണോ ഇത് എന്ന പരിശോധനയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ച 5 കാര്യങ്ങൾ. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി നോക്കണം കേട്ടോ. പ്രതിപക്ഷ നേതാവ് ഈ മുഖ്യമന്ത്രി പറഞ്ഞ ശേഷം ആദ്യത്തെ വരി ഇങ്ങനെയാണ്: വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട പത്രവാർത്ത ഉയർത്തുന്ന ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗം രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സംശയം സംസ്ഥാന ഗവൺമെന്റ് കൂടി അറിഞ്ഞോ, സംസ്ഥാന ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അതിൽ രാവിലെ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അറിയാതെ എന്ന് പറയുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് വ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങളും. ഇതിൽ ജനങ്ങളുടെ സെക്യൂരിറ്റിയുമായി, നാഷണൽ സെക്യൂരിറ്റി കാര്യമായി പറയുമ്പോൾ ഇവിടെ പേൽഗാം അറ്റാക്ക് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നടക്കുന്ന സമയത്ത് ഹൈലി ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് വിഴിഞ്ഞം പോർട്ടിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത്തരം ചില ആശങ്കകൾ കൂടി ഈ പോർട്ട് അങ്ങനെ വലിയ വികസിതമായ രൂപത്തിൽ രാജ്യത്തെ തന്നെ, ഈ ലോകത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു പോർട്ടായി മാറുമ്പോൾ അത്തരം ചില ആശങ്കകൾ കൂടിയുണ്ട്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ എതിർപ്പുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ തോമസ് ഐസക്കിന്റെ ഒരു വിശദമായ കുറിപ്പൊക്കെ വരുന്നു. അതിൽ രാഷ്ട്രീയമാണ്, പൂർണ്ണമായ ഒരു രാഷ്ട്രീയമായ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം പാർട്ടി പത്രത്തെയും വിമർശിക്കുന്നുണ്ട്. പാർട്ടി പത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ രസകരമാണ്. അത് ഈ LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് ഈ പദ്ധതി എന്നാണ്, വിദേശ നിക്ഷേപം എന്നാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദാനി പോർട്ട് വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികൾ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വാങ്ങിയാണ്. ഇടത് സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ ഈ MSC പ്രതിനിധികൾ വന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. അതായത് MSC പ്രതിനിധികൾ ഈ കോൺക്ലേവിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ഡീലിലേക്ക് പോകുന്നത്. അതിൽ ഇടത് സർക്കാരിൻ്റെ റോളാണ് എടുത്തു പറയുന്നത്. അപ്പോൾ UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ 2024 പൂർത്തിയാക്കാനായിരുന്നു വ്യവസ്ഥ. പക്ഷേ LDF സർക്കാർ അത് മാറ്റി 17 വർഷം നേരത്തെ ആക്കിയിരിക്കുന്നു. 2028 ഡിസംബർ പൂർത്തിയാക്കാൻ വ്യവസ്ഥയാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം പങ്കിടലും നേരത്തെയാക്കി എന്നുള്ളതാണ്. $139.7 കോടി, അതായത് 13,220 കോടിക്കാണ് ഈ ഏറ്റെടുക്കൽ നടക്കുന്നത്. അപ്പോൾ ആ ധാരണയായിരിക്കുന്നു. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, വേണമെന്നാണ് പത്രവാർത്തയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഈ 25% മുകളിൽ പോവുകയാണെങ്കിൽ വേണം എന്നുള്ള കാര്യം ഈ ക്ലോസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ
ഈ വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും വികസനം മികച്ചതാക്കാനും MSC സഹകരണം സഹായിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് പത്രം നടത്തിയിരിക്കുന്നത്. അപ്പോൾ തുറമുഖം 2080 സർക്കാരിന് സ്വന്തമാകുന്നു. 2028 2-3 ഘട്ടം വികസനം പൂർത്തിയാവുകയാണ്. അപ്പോൾ 27,000 കോടി മൂല്യമുള്ള സംരംഭമായി വിഴിഞ്ഞം മാറും എന്നുള്ളതാണ്. നിലവിൽ അദാനി ഇതിപ്പോൾ 3ാമത്തെ കരാറാണ് ഈ MSCയുടെ. ഇത് രാജ്യത്തെ വേറെ പോർട്ടുകളുമായിട്ടും അതും അദാനിയുടെ തന്നെയാണ്. മുദ്രയിലും എന്നൂർ തുറമുഖങ്ങളിലും MSCയുടെ നിക്ഷേപമുണ്ട്. അപ്പോൾ 3ാമത്തെ നിക്ഷേപമാണ്. പക്ഷേ ഏറ്റവും വലിയ നിക്ഷേപം വിഴിഞ്ഞത്ത് വരുന്നു എന്നുള്ള പ്രത്യേകതയാണ്. അപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ 65 വർഷത്തെ നടത്തിപ്പാണ് ഇപ്പോൾ അദാനിക്കുള്ളത്. 2015 അത് നിർമ്മാണം തുടങ്ങിയിരുന്നു. 2034 മുതൽ വരുമാനത്തിന്റെ 1% സംസ്ഥാനത്തിനുണ്ട്. ഓരോ വർഷവും 1% കൂടും എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഈ അദാനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുന്ന സമയത്ത് എന്താണ് 6,000 കോടിയുടെ അഴിമതി എന്നുള്ള ആരോപണമൊക്കെ അന്ന് പിണറായി വിജയൻ ഉയർത്തിയിരുന്നതാണ്. അതിൽ നിന്ന് പിന്നെ പിന്നാക്കം പോവുകയും ഈ സർക്കാർ ഇറങ്ങുന്ന ഘട്ടമാകുമ്പോഴേക്കും അദാനി നമ്മുടെ പാർട്ട്ണർ എന്ന രൂപത്തിലേക്കുള്ള പ്രതികരണത്തിലേക്ക് വരെ വന്നു. കാരണം വികസനത്തിൽ അദാനി ഒഴിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമുദ്രമേഖലയിൽ വലിയ മാറ്റം ഉണ്ടാകാൻ, അതിൽ കേരളത്തിൽ തന്നെ 600 കിലോമീറ്റർ വരുന്ന അത്രയും മേഖല കേരളത്തിൻ്റെതാണ്. അപ്പോൾ അത് ഏത് തരത്തിൽ ഗുണമുണ്ടാക്കും, അത് ഏതൊക്കെ രൂപത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, റിയൽ എസ്റ്റേറ്റ് വ്യവസായം വളരുന്നു, സമീപ പ്രദേശങ്ങൾ വികസിക്കുന്നു, അതും പ്രധാനമാണ്. സമീപ പ്രദേശങ്ങൾ വികസിക്കുന്നത് വളരെ പ്രധാനമാണ്. അനുബന്ധ സേവനങ്ങൾ വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ശ്രീ ജി വിജയരാഘവനെ പോലുള്ളവർ ഈ മാരിടൈം സാമ്പത്തിക മേഖല വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വികസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുത്തുന്നുണ്ട്. ഇതിൽ പോസിറ്റീവായ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ പറയുന്ന ഈ വൻകിട വ്യവസായികൾക്ക് അവർ ലാഭം നോക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ അദാനി ആയാലും MSC ആയാലും അവരുടെ ലാഭം നോക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെയും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും താല്പര്യങ്ങൾ അതിന് മുകളിൽ വരണമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില ആശങ്കകൾ നിൽക്കുമ്പോൾ ആ ആശങ്കകൾ പരിഹരിച്ചു പോവുക, സുതാര്യമായി മുന്നോട്ട് പോകുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. അതിൽ നിന്നും വിട്ടുമാറണം എന്നുള്ള അഭിപ്രായം ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകം തന്നെ നോക്കൂ, വലിയ നേട്ടം, 1000-ത്തിലകം കപ്പലുകൾ 18 മാസത്തിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതായത് വളരെ വേഗത്തിൽ തന്നെ ആ നേട്ടം ഇവിടെ കൈവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 20 ലക്ഷം TEU കടന്നു. തുറമുഖത്തിന്റെ അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് ഇനി ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു. ഇത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തിന് അപ്പുറത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളും വിഴിഞ്ഞത്തിന്റെ വികസനത്തിന്റെ നേട്ടം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇതിനകം തന്നെ തമിഴ്നാട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളം മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വളരെ വേഗം അതിന്റെ പദ്ധതികൾ മുന്നോട്ട് പോകണം. മുഖ്യമന്ത്രിക്ക് അതിലൊരു പ്ലാനുണ്ട്. ആ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിലവിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് ഇത് തങ്ങൾ അറിയാതെ അല്ലെങ്കിൽ സർക്കാർ അറിയാതെയാണ് എന്നതിൽ ബോധ്യം വന്നു എന്നാണ് സഭയിൽ നിന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായി തോമസ് ഐസക് ഇപ്പോൾ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തതോടെ നാളത്തേക്ക് ആ പ്രതികരണത്തിന്റെ സ്വഭാവം മാറുമെന്ന് എനിക്കറിയില്ല. നിലവിൽ ആരും അറിയാതെ എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെ 49% ഷെയർ ആണല്ലോ വെക്കുന്നത്. അതിൻ്റെ MD എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ? അപ്പോൾ CEO. അപ്പോൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ അറിയാതെ അവരുടെ MDയുടെ ഷെയർ വെക്കാൻ പറ്റുമോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അറിയാതെ? അപ്പോൾ അത് സർക്കാർ ഉദ്യോഗസ്ഥനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ലെങ്കിൽ പോർട്ടിൻ്റെ മന്ത്രിയോ അറിയില്ലേ? ചോദ്യമാണ്, ആരും അറിയാതെയാണോ ആ ഡീൽ എന്നുള്ളതാണ് ചോദ്യം. അതിന് മുമ്പ് നേരത്തെ അഡ്വക്കേഷൻ ചോദിച്ചല്ലോ, നമ്മുടെ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO കുറിച്ച്. അത് പ്രൈവറ്റായ അദാനിയുടെ ഉദ്യോഗസ്ഥനാണ്, പ്രദീപ് ജയരാമനാണെന്ന് തോന്നുന്നു. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ലിമിറ്റഡിൻ്റെ MD ആണ് ഇപ്പം ജെറോമിക് ജോർജ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അദാനിയുടെ സ്വന്തം സ്ഥാപനമാണ്. അത് ഇവരൊന്നിച്ച് വർക്കുന്ന സ്ഥാനത്തിന് ഷെയർ വെക്കുന്ന അറിയുന്നില്ല എന്നേ ഉള്ളൂ. ചോദ്യമാണ്. അപ്പോൾ ആരും അറിയാതെയാണോ എന്നുള്ളതാണ് ചോദ്യം. മധു, അറിഞ്ഞിരിക്കണം എന്നതാണ് കരാർ പ്രകാരം പറയുന്നത്. കാരണം ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന് അതിന് പ്രയർ ഇൻഫർമേഷൻ വേണം, അനുമതി വേണം. പ്രയർ ഇൻഫർമേഷൻ അല്ല, പ്രയർ ആയിട്ടുള്ള അനുമതി വേണം എന്നുള്ളത് തന്നെയാണ് ഈ കരാറിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കണം എന്നതാണ്. ഇനി ഇത് അറിയേണ്ടത് എങ്ങനെയാണെന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി പറയുന്നത് അദ്ദേഹം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതായത് അവിടെ ഒരു വയലേഷൻ ഉണ്ടായിരിക്കുന്നത് അദാനിയുടെ ഭാഗത്തു നിന്നാണ്, അദാനി പോർട്സിന്റെ ഭാഗത്തു നിന്നാണ് വയലേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ വാർത്തകൾ പ്രകാരം അവർ നടത്തിയത് പ്രാഥമികമായ ധാരണയാണ്. ഇതുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ അവർ സർക്കാരിനെ അറിയിക്കുമായിരിക്കും. ഇനി അറിയിക്കാതിരുന്നാലും ഈ രാജ്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ തുറമുഖങ്ങൾ എന്നൊക്കെ പറയുന്നത് അദാനിയുടെ മാത്രം എന്ന നിലയ്ക്ക് നിയന്ത്രണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള അനുമതി അദാനിക്ക് നിഷേധിക്കപ്പെടുന്ന ഒരനുഭവം നമ്മുടെ മുന്നിലില്ല.
അത് എക്സ്പോർട്ട് മേഖലയിലാകട്ടെ, അത് ഊർജ്ജ മേഖലയിലാകട്ടെ, അത് പോർട്ടുമായി ബന്ധപ്പെട്ടാകട്ടെ, അദാനി മുന്നോട്ട് വെച്ചൊരു അപേക്ഷ നിരസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ അനുമതി നേടുക എന്ന് പറയുന്നത് പോകുന്ന പോക്കിൽ നടക്കുന്ന ഒരു സാധാരണ പ്രക്രിയയാണ് അദാനിയെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ ബിസിനസ് ഡീലുകൾ നടപ്പിലാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന മുറയ്ക്ക് അത് അനുമതി അടക്കം സർക്കാരുകളിൽ നിന്ന്, അത് സംസ്ഥാന സർക്കാരുകളിൽ നിന്നാണെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നാണെങ്കിലും അങ്ങനെ അതിൻ്റെ എപ്പോഴാണോ അത് ആവശ്യം ആ സമയത്തിന് മുൻപേ പ്രസന്റ് ആകുന്ന ഒന്നാണ് എന്ന നിലയ്ക്ക് അവരതിനെ ആ ഗൗരവത്തിലെ ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ കേരളം അത് അറിഞ്ഞിരിക്കേണ്ടത് അത് നമ്മുടെ അധികാരത്തിൻ്റെയും നമ്മുടെ സർക്കാർ എന്ന നിലയ്ക്ക് നമ്മുടെ അവകാശത്തിൻ്റെയും ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമുക്കുള്ള അതൃപ്തി അറിയിക്കുകയും വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം. അതായത് പ്രാഥമിക ചർച്ചകൾ എന്നാണ് അദാനി പോർട്സ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിലൂടെ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന വിവരമെങ്കിലും എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, എഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ അന്വേഷണവും വേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കേന്ദ്ര സംസ്ഥാന അനുമതിക്ക് ഈ ഘട്ടത്തിൽ അദാനി ശ്രമിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മുടേതടക്കമുള്ള മാധ്യമങ്ങളുടെയൊക്കെ വാർത്ത. അതായത് വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്രവുമായും സംസ്ഥാന സർക്കാരുമായൊക്കെ ഇനി ആശയവിനിമയത്തിലേക്ക് അദാനി കടക്കും എന്നതുകൂടിയാണ് അറിയുന്നത്. ഇനി ഈ MSCക്ക് നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ തന്നെ അദാനി പോർട്സുമായി ബന്ധപ്പെട്ട് വിവിധ നിക്ഷേപങ്ങളുണ്ട്. അത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിൽ അവർക്ക് നിക്ഷേപമുണ്ട്, തമിഴ്നാട്ടിലെ എന്നൂറിൽ നിക്ഷേപമുണ്ട്. പക്ഷെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ രണ്ട് തുറമുഖങ്ങൾക്കും വ്യത്യാസമുണ്ട്. അത് പ്രൈവറ്റ് ഓണർഷിപ്പാണ്. വിഴിഞ്ഞം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമുള്ള ഓണർഷിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഇവിടെ ഈ നിബന്ധനകൾ നിൽക്കുന്നത്. മുന്ദ്രയിൽ ചെയ്യുന്നത് പോലെയോ എന്നൂറിൽ ചെയ്യുന്നത് പോലെയോ അദാനിക്ക് അങ്ങനെ തോന്നിവാസത്തിന് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം നമ്മുടെ പൊതുസ്വത്ത് എന്ന നിലയ്ക്ക് വിഴിഞ്ഞത്തില്ല. അതായത് അവർ ആ കരാറിന് കടപ്പെട്ടിരിക്കുന്നവരാണ്, നമ്മളെ അറിയിക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. 49% ഓഹരികളാണ്, അദാനി പോർട്സിൻ്റെ ഓഹരികളാണ് അവരിപ്പോൾ ഈ MSC കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഭരണ നേട്ടം എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെടുന്നു. വമ്പൻ നിക്ഷേപം കേരളത്തിലേക്ക് വരും എന്ന നിലയ്ക്ക് മാധ്യമങ്ങളിൽ ആദ്യമൊക്കെ വാർത്ത വരികയും ചെയ്യുന്നു. പാർട്ടി പത്രമടക്കം അത് ഇടതുപക്ഷ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്ന നിലയ്ക്ക് വാർത്തയും വരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ അപകടമടക്കം തിരിച്ചറിയപ്പെടുന്നു എന്നതാണ് പ്രധാനം. ഈ MSCയുടെ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അവർക്ക് മുന്ദ്രയുമായി ബന്ധപ്പെട്ടും ഒരു ടെർമിനലിലാണ് അവരൊരു ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ എന്നൂരിലും അവരൊരു ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ടെർമിനലുകളിലാണ്. ടെർമിനൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട MSCയുടെ ഒരു വേർട്ടിക്കലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നത് കൂടിയുണ്ട്. ഇതിൽ പ്രധാനമായും 2 സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, MSC കമ്പനി എന്ന് പറയുന്നത് ഒരു കുത്തക ഭീമനാണ്. ഈ നമ്മുടെ ഗ്ലോബലായി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ കണ്ടെയ്നർ ഷിപ്പിംഗ് കപ്പാസിറ്റിയുടെ 21.5% അവരുടേതാണ്, MSC കമ്പനിയുടേതാണ്. ആകെയുള്ള ഷിപ്പിംഗ് കപ്പാസിറ്റിയുടെ 21.5%, 1/5 എന്ന് പറയുന്നത് MSC കമ്പനിയുടെ കയ്യിലാണ് എന്നത് കൂടി നമ്മൾ ഓർക്കണം. ഈ MSC കമ്പനിയുടെ ഷിപ്മെന്റുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്ദ്രയിലും എന്നൂറിലും ഇപ്പോൾ വിഴിഞ്ഞത്തും വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഈ അദാനിയുടെ 2 തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് MSCക്ക് എങ്ങനെയാണോ അടുത്ത ജോയിന്റ് വെഞ്ചർ ഉള്ളത്, അതുപോലെ ഒരു ബന്ധം അവരിവിടെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും സ്ഥാപിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കുത്തകവൽക്കരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷത നമുക്കറിയാം. അത് പ്രകൃതിദത്തമായ സവിശേഷതകളുള്ളൊരു തുറമുഖമാണ്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം വ്യത്യാസമുള്ള ഒരു തുറമുഖമാണ്. സ്വാഭാവികമായും ഭാവിയിൽ വലിയ വികസനം ഉണ്ടാകുമെന്നതാണ്. നമ്മളൊരു പോർട്ട് സിറ്റിയായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തുറമുഖം കേന്ദ്രീകരിച്ചായിരിക്കണമെന്ന് അടക്കം മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളുടെ അതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഒരു കുത്തക മുതലാളിയുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സമ്പത്തായി മാറുന്നു എന്നൊരു അപകടം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ മറ്റ് കമ്പനികൾക്ക് ഒരു ഫെയർ ഗ്രൗണ്ട് കിട്ടാതാകുന്നു എന്നത് പ്രധാനമാണ്. അവർക്ക് കൂടി ഓണർഷിപ്പ് ഉള്ള ഒരു തുറമുഖത്തിലേക്ക് അവരുടെ കപ്പലുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഏറ്റവും മികച്ച സർവീസ്, അവിടുത്തെ അടിസ്ഥാന സൗകര്യം, മറ്റ് കാര്യങ്ങളിലെല്ലാം അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. അത് മറ്റ് കമ്പനികൾക്ക് അത്രമേൽ സുഖകരമാകണം എന്നതില്ല. അതുകൊണ്ട് തന്നെ അവർ ആ തുറമുഖത്തെ ഉപേക്ഷിച്ചു പോകാനോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓപ്ഷനായി എടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. മറ്റൊന്ന് സുരക്ഷ, തന്ത്രപ്രധാനമായ മേഖലയാണ് എന്നുള്ളതാണ്.
ഒരു വിദേശ കമ്പനിക്ക് നമ്മുടെ ഈ തെക്കേ ഇന്ത്യയുടെ ഒരു മുഖം തുറന്നു കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നാളെയും അല്ലെങ്കിൽ ഭാവി കാലത്തും ഒക്കെ ഉണ്ടാകാൻ കഴിയുന്ന സുരക്ഷാ പ്രശ്നങ്ങളിൽ അത് എത്രത്തോളം പ്രധാനമായിരിക്കും എന്നുള്ളത് ടെറിറ്ററി ആയിട്ട് ബൗണ്ടറികളിൽ മാത്രം നടക്കുന്ന ബോർഡറുകളിൽ മാത്രം നടക്കുന്ന യുദ്ധം എന്നൊന്ന് ഇനി ഉണ്ടാകില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായ സമയത്ത് 5 സ്റ്റേറ്റുകളിലാണ് നിന്നനിപ്പിൽ മണിക്കൂറുകൾ കൊണ്ട് ആക്രമണ സാധ്യത ഉണ്ടായത്. മുമ്പാണെങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ ബോർഡറിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഇനിയൊന്നും അങ്ങനെ ഉണ്ടാകില്ല. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആപത്ശങ്ക അവിടെ നിൽക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ് എന്ന് ഒന്നുകൂടിയുണ്ട്. 2454 കോടിയാണ് അദാനി ഇതുവരെ മുടക്കിയിരിക്കുന്നത്. സർക്കാർ 360 ഏക്കർ ഭൂമി ഇതിനകം നൽകിയിട്ടുണ്ട്. മറ്റ് ഭൂമി ഇനി എടുക്കാനുള്ള അനുവാദവും അദാനി പോർട്സിന് നൽകിയിട്ടുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് അദാനി അവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം എന്ന് പറയുന്നത് അവർക്ക് ഉള്ള അവരുടെ ഓഹരിയുടെ 100%ത്തിൽ 49%മാണ് 13,000 കോടിക്ക് അവർ വിറ്റഴിച്ചിരിക്കുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ അവർക്ക് അത്രയും വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു. അതിലൊരു മറുവശം കൂടിയുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് ഡെവലപ്മെന്റിന് 16,000 കോടി അദാനിക്ക് മുടക്കേണ്ടി വരുന്നുണ്ട്. അതിനുള്ളൊരു മേജർ ക്യാപിറ്റൽ അവർ സമാഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ വികസനത്തിൽ കേരളത്തിന് പണം മുടക്കേണ്ടി വരില്ല. കേരളത്തിൽ പണം മുടക്കേണ്ടി വരില്ല. കേരളത്തിൽ ആകെ 5,000 കോടിയാണ് അതിൽ മുടക്കേണ്ടത്. മറ്റൊന്ന് നമ്മുടെ ലാൻഡ് എന്നുള്ളതാണ്. അതിൽ 2,000-ലധികം കോടി രൂപയാണ് സംസ്ഥാനം ഇതുവരെ അതിൽ ചെലവഴിച്ചിട്ടുള്ളത് എന്നതും കൂടി പ്രധാനമാണ്. കേന്ദ്രത്തിൻ്റെ അനുമതി അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ്. അത് ട്രാൻസ്ഫർ ആണെങ്കിൽ അങ്ങനെ, മറ്റെന്താണെങ്കിലും അങ്ങനെ. സംസ്ഥാനം എന്ത് നിലയെടുക്കും എന്നത് പ്രധാനമാണ്. ഇന്ന് VN വാസവൻ മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഇതൊരു രാഷ്ട്രീയം ഉന്നയിച്ചിരിക്കുന്നത്. എന്തു ന്യായമാണ് അറിഞ്ഞില്ല എന്നതിൽ ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സ്വാഭാവികമാണ്, അറിയേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് അറിഞ്ഞില്ല? VD സതീശന്റെ യാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം അടക്കം അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ പിറകെ വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ്. നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഇന്ന് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതുമില്ല. ഊർജ്ജ മേഖലയിൽ, ഇറക്കുമതി മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ ഒക്കെ ഇപ്പോൾ സെബിയുടെ ഷോക്കോസ് അടക്കം സംഭവിച്ചതാണ്. അതായത് നിരവധി അവർ കൈവച്ചിട്ടുള്ള എല്ലായിടങ്ങളിലും നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണ് അദാനി. പക്ഷേ ഇന്ത്യയിൽ അതൊക്കെ അവർക്ക് വലിയ പ്രശ്നങ്ങളാകാതെ മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയുടെയും ഒക്കെ പേരിലാണ് എന്നുള്ളതുകൊണ്ട് അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതിനെതിരെ കടുത്ത നിലപാടെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരും ദിവസങ്ങളിലും ഈ രാഷ്ട്രീയ വിവാദം ഉണ്ടാകും. അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ അറിഞ്ഞില്ല എന്നതിൽ വയലേഷൻ ഉണ്ടായിരിക്കുന്നത് അദാനി പോർട്സിന്റെ ഭാഗത്തു നിന്നാണ്. ആരും അറിയാതെയാണോ ഈ ഡീൽ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഡീൽ പ്രകാരം എന്താണ് അദാനിക്ക് കിട്ടുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം. നിലവിൽ അദാനി മുടക്കിയ ഇക്വിറ്റി 2,454 കോടി രൂപയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വിഴിഞ്ഞത്തെ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിരിക്കുന്ന പണം 2,454 കോടി രൂപ. 49% ഓഹരി വിറ്റതിലൂടെ MSCയുടെ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൊടുത്തിരിക്കുന്നത് 13,220 കോടി രൂപയാണ്. ഈ ഒറ്റ ഡീലിലൂടെ അദാനിയുടെ ലാഭം 10,766 കോടി രൂപയാണ്. 2028 പൂർത്തിയാകേണ്ട ഈ പദ്ധതിക്ക് ഇനി 16,000 കോടി രൂപ കൂടി അദാനി മുടക്കേണ്ടതുണ്ട്. നിലവിൽ 16,000 കോടി മുടക്കേണ്ടടുത്ത് 10,000 കോടി രൂപ ഇതിനകം തന്നെ അദാനിക്ക് ലാഭമായി കഴിഞ്ഞു. ഇനിയാണ് രസകരമായൊരു കാര്യം. നോക്കൂ, 49% വിറ്റിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 51%ൻ്റെ വാല്യൂ എത്രയുണ്ട്? ഇത്രയും തന്നെയുണ്ട് എന്നുള്ളതാണ്. അതായത് 27,000 കോടി രൂപയാണ് കേവലം 2,484 കോടി രൂപ നിക്ഷേപിച്ച് ഈ 2028 ആകുമ്പോഴേക്കും ഈ കമ്പനിയുടെ മൂല്യമായി അദാനി കാണിച്ചിരിക്കുന്നത്. വർധന എത്രയാണെന്ന് നോക്കൂ. ഏകദേശം 11 മടങ്ങ് വർധനയാണ് അദാനി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ മീനല്ല അദാനി എന്നുള്ളത് ഈ കണക്കിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ഈ ഡീലിൻ്റെ നിയമസാംഗത്യത്തെക്കുറിച്ച് രണ്ടാമത് ഞാൻ പറയാം. നമ്മൾ 2024 ഈ ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരുന്നു. അത് ഈ കൺസെഷെയറും അതോറിറ്റിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. കൺസെഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ക്ലോസ് ഓഗസ്റ്റ് മാസം 17-ാം തീയതി സൈൻ ചെയ്തിരുന്നു. ആ കരാറിൻ്റെ ക്ലോസ് 5(3) പ്രകാരം ഒബ്ലിഗേഷൻസ് റിലേറ്റിംഗ് ടു ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. അതിൽ 531 പ്രകാരം ദ കൺസെഷനെയർ എന്ന് പറഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ്
എക്സെപ്റ്റ് വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരള. കേരള സർക്കാരിൻ്റെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ ഈ പോർട്ടിലെ ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓണർഷിപ്പ് ചേഞ്ച് ഉണ്ടാകാൻ പാടുള്ളതല്ല. Notwithstanding anything to the contrary contained in this agreement, the concessionaire agrees and acknowledges that all acquisitions of equity by an acquirer, either by himself or with any person acting in concert, directly or indirectly, including by transfer of the direct or indirect legal or beneficial ownership of control of any equity in aggregate of 25% of the concessionaire എന്നുള്ളതാണ്. നോക്കൂ, 25% ഓഹരി ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തമാക്കിയാൽ അത് ഓണർഷിപ്പ് ചേഞ്ചായിട്ട് കണക്കാക്കും. അങ്ങനെ ഓണർഷിപ്പ് ചേഞ്ചായിട്ട് കണക്കാക്കുന്നത് ഒന്നുകിൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ മാറ്റം, അതല്ലെങ്കിൽ 25% ഓഹരി കൈമാറ്റം. ഇതെന്തു തന്നെ സംഭവിച്ചാലും അത് അതോറിറ്റിയായ കേരള ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം എന്നാണ് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ദ പ്രൈമാ ഫേസി, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇതാണ് അദാനി വയലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു വലിയ വയലേഷൻ നടത്തിയിട്ടുണ്ട്. അത് കേരള സർക്കാരുമായിട്ടുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ വയലേഷനാണ്. ക്ലാസ് 531 വയലേഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ഇനി എന്താ സർക്കാരിന് മുന്നിലുള്ളത്? ഒന്നുകിൽ അദാനിയോട് ഈ പറയുന്ന എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറാനായിട്ട് ആവശ്യപ്പെടാം, ഇല്ലെങ്കിൽ പുതുതായിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടാം. പക്ഷേ നോക്കൂ, ഇതിനകം തന്നെ സെബിയുടെ അപ്രൂവൽ വാങ്ങി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇറക്കിക്കഴിഞ്ഞു അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഹരി ഷെയർ MSCയുടെ 49% ഇന്ന് മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞു. നോക്കൂ, സംസ്ഥാന സർക്കാരിനോട് അതോറിറ്റിയോട് ആലോചിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ അദാനിക്ക് ചെയ്യാനുള്ള ഒരവകാശം ലഭിക്കുക? ലോക്കസ് സ്റ്റാൻഡി എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് കേവലം സാങ്കേതികമായ ചോദ്യമല്ല. ഇത് കേരളത്തിലേക്ക് ഒരു വലിയ നിക്ഷേപം വരാൻ പോകുന്നു എന്ന് വളരെ നിഷ്കളങ്കമായി കാണുന്ന ഒന്നായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല എന്നുള്ളതാണ്. അതിന് 2-3 കാരണങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, ഈ മിഷൻ സമുദ്ര എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവവും അദാനി പോർട്ട് ലിമിറ്റഡിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതും തുടങ്ങി മുഖ്യമന്ത്രിയുടെ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയടക്കം ഇന്നിപ്പോൾ സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരു ഡീൽ ചർച്ച ചെയ്യുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഴിഞ്ഞം പോർട്ടിന് ചുമതലയുള്ള നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ തന്നെ ഒരു MD ഉണ്ട്. ആ MD അറിയാതെ ഇങ്ങനെ നീങ്ങുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. മുൻ MDയോടോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ളൊരു ഡീൽ ഉള്ളതായി അവിടെ പലർക്കും വിവരമുണ്ടായിരുന്നു. വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പല ഉദ്യോഗസ്ഥർക്കും ഈ MSC കമ്പനിയും അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള ചില ധാരണകൾ നടക്കുന്നതായും ചില എഗ്രിമെൻറ്റുകളിലേക്ക് പോകുന്നതായും മുദ്ര മോഡലിൽ എനൂർ മോഡലിലുള്ള ഒരു എഗ്രിമെൻറ്റ് താമസിയാതെ 2 കമ്പനികളും സൈൻ ചെയ്യുമെന്നുമുള്ള ഒരു ധാരണ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്നിട്ടും എന്തുകൊണ്ടാണ് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി അറിയാതെ പോയത്? എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD ആയ ജെറോമി ജോർജിന് അറിയാതെ പോയത്? ഇതറിയാതെ എങ്ങനെയാണ് സെബിയുടെ അനുമതിയോടുകൂടി ഇത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? അവിടെയാണ് ഈ ക്ലോസ് വയലേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് 3. 4-മത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന MSC എന്ന ഈ കപ്പൽ ഭീമൻ എന്ന് നമ്മൾ പറയുമല്ലോ, മൊത്തം ലോകത്തെ തന്നെ 5-1 കണ്ടെയ്നർ ഷിപ്പുകളും ഇവരുടെ പേരിലാണ്. ഇവരുടെ സ്വന്തമായിട്ടുള്ള പേരിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം മറ്റു പല രാജ്യങ്ങളുടെയും കപ്പലുകൾ എടുത്താണ് ഇവർ ഓടിക്കുന്നത് എന്നാണ്. സ്വിറ്റ്സർലൻഡിലെ അപ്പോണ്ടസ് എന്ന് പറയുന്ന വലിയ സമ്പന്നൻ്റെ ഒരു കപ്പൽ ശൃംഖലയാണ് ഈ MSC എന്ന് പറയുന്നത്. അവർക്ക് പല പല വിഭാഗങ്ങളുണ്ട്. അതിലെ ഒരു സബ്സിഡിയറി വിഭാഗമാണ്, അവരുടെ ഒരു വെർട്ടിക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അവരുടെ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ 100ഓളം കണ്ടെയ്നർ ഷിപ്പ് ടെർമിനലുകളുടെ നിയന്ത്രണം ഈ MSCയുടെ തന്നെ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുണ്ട്. ആ കമ്പനിയാണ് ഇവിടെ പണം മുടക്കിയിരിക്കുന്നത്. 13,270 കോടി രൂപ മുടക്കിയിരിക്കുന്നത്. എന്തിനാണ് കേരളത്തിൽ അവർ ഈ പണം മുടക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊരു സംശയമുള്ളത്, ഈ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്ന 1006 കപ്പലുകളും ആരുടേതാണ് എന്ന് ഞാൻ അന്വേഷിച്ചു. 1006 കപ്പലുകളിൽ ഞെട്ടിപ്പോയൊരു വിവരം, 99% വന്നിരിക്കുന്നത്, വേണമെന്ന് പറഞ്ഞാൽ 100% എന്ന് തന്നെ പറയാമെന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്, ഇത് MSC എന്ന കപ്പൽ ഭീമൻ്റെ മാത്രമാണ്.
ഇതുവരെ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്ത് നാളിതുവരെ വന്നിരിക്കുന്ന 1006 കപ്പലുകളും വന്നിരിക്കുന്നത് MSCയുടെ മാത്രം കപ്പലുകളാണ്. അപ്പോൾ MSCയുടെ കപ്പലുകൾ മാത്രം വരിക, 1000 കപ്പലുകൾ വന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക. ആ കപ്പലുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവിടെ ഒരു കണ്ടെയ്നർക്ക് വേണ്ടിയിട്ടൊക്കെ സ്ക്രീൻ ചെയ്യാൻ ആവശ്യമായ കണ്ടെയ്നർ സ്ക്രീൻ സംവിധാനം അവിടെ ഇല്ല, സ്ക്രീനിങ് സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ MSC എന്ന കപ്പൽ നമ്മുടെ തീരദേശത്ത്, നമ്മുടെ ആഴക്കടലിൽ വലിയ രീതിയിൽ അപകടത്തിൽപ്പെടുന്ന സമയത്ത് നഷ്ടപരിഹാരം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ തരാതെ നമുക്കെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് MSC എൽസ. 3 പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. വലിയ രീതിയിൽ ആ MSC എൽസ 3 കടലിൽ അപകടമുണ്ടായതിനെ തുടർന്നുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറയുകയും എന്നാൽ അതിനെതിരെ 1200 കോടി രൂപ മാത്രം കെട്ടിവെക്കുകയും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു കമ്പനി അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് മുദ്ര മോഡലിൽ, എനൂർ മോഡലിൽ ഒപ്പുവെച്ച് സിംഹഭാഗവും 49%. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് അദാനിയുടെ ഷെയറിൻ്റെതെന്ന് നിങ്ങൾ ധരിക്കരുത്. 2060 വരെ അദാനിക്ക് മാത്രമേ ഇതിൽ ഷെയറുള്ളൂ. സംസ്ഥാന സർക്കാർ മുടക്കുന്നത് 61% ആണെങ്കിലും ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ 2060 വരെയുള്ള നടത്തിപ്പ് അവകാശം പൂർണ്ണമായും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ്. അതിൽ കേരള സംസ്ഥാന സർക്കാരിന് ഒരു ഷെയറും ഇല്ല. 100% ഷെയറും അദാനിക്കാണ്. അതിൽ 49% നിലവിൽ MSCക്ക് പോകുന്നത്, 51% അദാനിയുടെ കയ്യിൽ ഇനി ബാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 11 മടങ്ങ് വർധനമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പൈസ 2453 കോടി എറിഞ്ഞു, 27,000 കോടി കേവലം 3 വർഷങ്ങൾ കൊണ്ട് അദാനിക്ക് കിട്ടി. ഇതാണ് ഈ കണക്കിൻ്റെ ബാക്കിപത്രം എന്ന് പറയുന്നത്, അദാനിയുടെ കയ്യിലെ ബാക്കിപത്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ, മാധു സൂചിപ്പിച്ചതുപോലെ MSCയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഞാനിതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒന്നല്ല. പക്ഷേ ഇത് സുതാര്യമാകണമായിരുന്നു. സംസ്ഥാന സർക്കാരിനെ സമീപിക്കണമായിരുന്നു, കേന്ദ്ര സർക്കാരിനെ സമീപിക്കണമായിരുന്നു, ഡിഫൻസ് മിനിസ്ട്രിയെ സമീപിക്കണമായിരുന്നു. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളായിരുന്നു. അദാനിയുടെ കമ്പനിക്ക് ഓഹരി വിറ്റഴിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ ഇതെന്തുകൊണ്ട് അറിയിക്കാതെ പോയി, സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് ഇപ്പോൾ പറയുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഒരു സുതാര്യത വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ നേരത്തെ MSC കപ്പലുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ ബാൽക്കണിയിലെ ക്രിമിനലുകൾ അവരുടെ കൊക്കൈൻ ട്രാൻസ്ഫർ നടത്തുന്ന പ്രധാനപ്പെട്ട വഴികളിലൊന്ന് 2019 ഫിലാഡൽഫിയയുടെ തീരത്ത് കണ്ടെത്തിയ MSC ഗയാന എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ്റെ കണക്ക് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 20 ടൺ കൊക്കൈനോ മറ്റോ ആണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് MSC ഗയാന എന്ന കപ്പലിൽ. പിന്നീട് അവരതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിയാനൊക്കെ ശ്രമിച്ചു. ഞങ്ങളിതിന് ഇരകളായിരുന്നു എന്നൊക്കെയാണ് MSC മാനേജ്മെൻറ്റ് പറഞ്ഞതെങ്കിൽ പോലും നോക്കൂ, പലയിടങ്ങളിലും ഇവരുടെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. ആ അർത്ഥത്തിലൊക്കെ MSC എന്ന് പറയുന്ന വലിയ കപ്പൽ ഭീമനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ദുരൂഹമായി, സംശയകരമായ സാഹചര്യത്തിൽ അതിന് സുതാര്യതയില്ലാതെ വെച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. ഇനിയാണോ സമീപിക്കേണ്ടത്? കരാർ പ്രകാരം ആദ്യം കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ ഇത് വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതത്ര നിഷ്കളങ്കമായൊരു പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണം വരുന്നതും വിദേശ നിക്ഷേപം വരുന്നതും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വികസനവും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലെല്ലാത്തിലും ഒരു സുതാര്യത വേണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള നിലപാട്. ഇത് ആരും അറിയാതെ വന്നതല്ല. അവിടെ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇതിന് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ചുരുളുകൾ കഴിയും എന്നാണ് ഞാൻ കരുതുന്നതും. ആന്റോ അഗസ്റ്റിൻ, ആരും അറിയാതെയാണോ ഈ വരവ്? അരുൺ സാറേ, ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ആരും അറിയാതെയാണ് ഇങ്ങനെ ഒരു വലിയ ഡീൽ നടന്നത് എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭാവി സ്വപ്നമായിട്ട് നമ്മൾ കാണുന്ന സംവിധാനമാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അവിടെ അദാനി ഇൻവെസ്റ്റ് ചെയ്ത സമയം തുടങ്ങി ഇതിൻ്റെ അകത്ത് ഇതിലെല്ലാം ദുരൂഹതയുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും പൂർണ്ണമായി വിശ്വസിച്ചതാണ്. കാരണം എന്താണ്? കേരളത്തിലെ അതിൻ്റെ 61% സർക്കാർ മുടക്കുന്നു. എത്രയാണ്? 5882 കോടിയോ 5445 കോടി രൂപ സർക്കാർ മുടക്കുന്നു. 2800 സംതിങ് കോടി രൂപ മാത്രമേ അദാനി മുടക്കുന്നുള്ളൂ. മുടക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? മുടക്കിയിട്ട് അത് ആർക്ക് നടത്താൻ കൊടുക്കുന്നു? അദാനിക്ക് 60 വർഷത്തേക്ക് നടത്താൻ കൊടുക്കുന്നു. 335 ഏക്കർ സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിഴിഞ്ഞത്ത് 335 ഏക്കർ സ്ഥലം അദാനിക്ക് 60 വർഷത്തേക്ക് ലീസിന് കൊടുക്കുന്നു. നിങ്ങൾ 1 ഏക്കർ സ്ഥലം ലീസിന് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും തിരുവനന്തപുരത്ത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 335 ഏക്കർ സ്ഥലം കൊടുക്കുകയാണ്, അത് 60 വർഷത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനിയിൽ സർക്കാരിന് 1% പോലും ഷെയറും ഇല്ല.
ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. കാരണം ഇവിടെ സാധാരണ ഒരു പെട്ടിക്കട നടത്തുന്നവന് 50 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 100 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 50 രൂപ മുടക്കുന്നവന് 50% ഷെയറും ബാലൻസ് സംഭവം കൊടുക്കുന്നതിന് 50% ഷെയറും കൊടുക്കുന്ന ലോകത്ത് ഒരു 100%, 61% എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പണം കൊടുക്കുന്ന സർക്കാരിന് 1% ഷെയർ പോലും ഇല്ലാതെ അത് സർക്കാർ ആർക്ക് കൊടുക്കുകയാണ്? അദാനി കമ്പനിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അദാനി കമ്പനിയോട് പറയുകയാണ് ഇതിന് മുഴുവൻ ലാഭം നിങ്ങൾ എടുത്തോളൂ. അത് മാത്രമാണോ? ഈ 335 ഏക്കറിൽ ഭൂരിഭാഗം സ്ഥലം വെച്ച് ലോൺ എടുക്കാനുള്ള അനുമതി ആർക്ക് കൊടുത്തിരിക്കുന്നു? അദാനിക്ക് കൊടുത്തിരിക്കുന്നു. അദാനിക്ക് വല്ല ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടോ? 995 പിന്നെ കപ്പലുകളാണ് ഈ MNC ഗൂഗിളിൽ നോക്കുമ്പോൾ കാണുന്നത് MNCക്ക് ഉള്ളത്. അതിൽ 7 ലക്ഷം കണ്ടെയ്നറാണ്. 7 ലക്ഷം കണ്ടെയ്നർ ഹോൾഡ് ചെയ്യുന്ന ഒരു വലിയ കമ്പനി. അവരാണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ട്രാൻസിറ്റ് നടത്തുന്നത്. 150 രാജ്യങ്ങളുമായിട്ടാണ്, ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളും അടക്കം 150 രാജ്യങ്ങളുമായിട്ടാണ് ഈ കപ്പൽ പിന്നെ ചരക്ക് നീക്കം നടത്തുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് കണക്ടിവിറ്റി ഉള്ള ഒരു കപ്പൽ കമ്പനിക്ക് ഒരു സംസ്ഥാനത്തെ, ഒരു ചെറിയ സംസ്ഥാനം, നമ്മൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സംസ്ഥാനമാണ്, ചെറിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോർട്ട് 49% കൊടുക്കുകയാണ്. ഇനി ഇവർ തീരുമാനിക്കും. ആരാണ് തീരുമാനിക്കുക? അദാനിയും ഈ പറയുന്ന MSC കമ്പനിയും തമ്മിൽ തീരുമാനിക്കും എങ്ങനെയാണ് അവരുടെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. വേറെ ഏതെങ്കിലും കാരണം ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനീൻ്റെ കോമ്പറ്റീറ്റ് ചെയ്യാൻ അതിന് താഴെയുള്ള ഏത് കമ്പനിക്കാണ് കഴിയുക? വേറെ ഏതെങ്കിലും ഒരു കപ്പലിൽ ഇനി വിഴിഞ്ഞത്ത് അടുക്കുമോ? ഇനി ഏതെങ്കിലും ഇവർ പറയുന്ന റൈറ്റിനല്ലാതെ ഒരു കണ്ടെയ്നർ വിഴിഞ്ഞത്ത് വരുമോ? ഇപ്പം നമ്മൾക്ക് തോന്നുകയാണ് ദുബായിൽ നിന്നും ഒരു കണ്ടെയ്നർ കേരളത്തിലേക്ക് അയക്കണം എന്ന് തോന്നിയാൽ MSC തീരുമാനിക്കും. അവർക്ക് വേറൊരു കോട്ട് പോലും എടുക്കാൻ ഒരു കമ്പനി ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ വരുമാനം? സർക്കാരിന് എന്താ ഇതുകൊണ്ട് ഗുണം എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇതിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്താണ് എന്നുള്ളത് ആര് തീരുമാനിക്കും? കപ്പൽ കൊണ്ടുവരുന്ന ആൾക്കാർ തീരുമാനിക്കും. അവരെയാണ് പോർട്ട്, അവരാണ് തീരുമാനിക്കുന്നത്. അവർ അതിൻ്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ 49% ഷെയർ വിറ്റപ്പോൾ കേരള സർക്കാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സ്ക്രീനിങ് സംവിധാനമാണ് അവിടെ നടക്കുക? ഒരു സംവിധാനത്തിന് ഇപ്പം ഞാനും അരുൺ സാറും കൂടെ ഒന്നിച്ചിരുന്ന് വാർത്താ ചാനൽ ഒരു 50% ഷെയർ വിറ്റിട്ട് പോയാൽ നാളെ രാവിലെ വേറെ ഒരാൾ വന്നിരുന്നാലോ ആലോചിച്ച് നോക്കി എന്തായാലും സംഭവിക്കുക എന്നുള്ളത്. അതുപോലെയല്ലേ സംഭവിക്കുന്നത്? കാരണം 50% ഷെയർ അല്ലെങ്കിൽ 49% ഷെയർ വിറ്റിട്ട് നമ്മുടെ സംസ്ഥാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എങ്ങനെയാണ്? അത് അദാനി കമ്പനി പ്രസ് റിലീസിൽ കൂടി ഇറക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ വിചിത്രവാദമായിട്ട് തോന്നുകയാണ്. അദാനി കമ്പനി പ്രസ് റിലീസ് ഇറക്കുമ്പോൾ മാത്രമേ ഇത്രയും വലിയ ഡീൽ നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ ഈ അദാനി അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇവിടെ ചെറിയ കമ്പനികൾക്കെതിരെ നമ്മൾ 1 കോടിയും 2 കോടിയും 5 കോടിയും ട്രാൻസാക്ഷൻ വലിയ കുംഭകോണം കൊള്ള എന്ന് പറയുന്ന സംസ്ഥാനത്ത് 13,000 കോടി രൂപയ്ക്ക് ഒരു സംവിധാനത്തെ മുഴുവൻ വിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ആകെ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ അകത്ത് 13,000 കോടിയാണ് അദാനി മുടക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഒരു 50% ഒരു കമ്പനി ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിൻ്റെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റും 50-50 ആയിരിക്കും. ആ 13,000-ന് 7,500 അല്ലെങ്കിൽ 6,500 കോടി മാത്രമാണ് ഈ പറയുന്ന അദാനിനെ മുടക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. എന്നാലും അദാനിക്ക് 3,000 കോടി രൂപ ലാഭമാണ്. 50% കയ്യിലിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഏത് രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പം അത് ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു വശപ്പിശക് ഈ സംവിധാനത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി പോർട്ട് വകുപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പം അതിനെ പറയുന്ന സംവിധാനങ്ങളൊക്കെ വലുതാണ്. എന്തായിരിക്കും ഈ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഉയർന്നു വരാൻ കാരണം എന്തായിരിക്കും? എങ്ങനെയെങ്കിലും വേറെ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലാതെ വേറെ എത്ര വകുപ്പുകൾ കയ്യിലുണ്ട്? ഏതെങ്കിലും ഒരെണ്ണത്തിൽ അലിഗേഷൻ വന്നോ? എന്തുകൊണ്ടാണ് ഇതിന് വന്നിട്ടുണ്ടാവുക? മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപേ എങ്ങനെയായിരിക്കും അലിഗേഷൻ വന്നിട്ടുണ്ടാവുക? അപ്പോൾ ഇത് എവിടെയോ ഈ അന്തരീക്ഷത്തിൽ ഈ സാധനം പാറി നടക്കുന്നുണ്ടല്ലോ. ഈ അദാനിയുമായി എന്തോ ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അന്തരീക്ഷത്തിൽ എവിടെയോ പാറി നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ അതിനൊരു അലിഗേഷൻ വരുന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷം അലിഗേഷൻ വരുന്നു? എന്താണോ വിചാരിച്ചത് പോർട്ട് മുഖ്യമന്ത്രി കൈവശം വെക്കുമെന്ന് പറയുന്നു, മുഖ്യമന്ത്രി അതുപോലെ തന്നെ കൈവശം വെക്കുന്നു. പോർട്ടിന് MD മാറുന്നു, ഉദ്യോഗസ്ഥന്മാർ മാറുന്നു, അതിന് സംവിധാനത്തിലേക്ക് 500 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇതൊക്കെ നമ്മൾ വളരെ നിഷ്കളങ്കതയോടുകൂടി നോക്കിയാൽ ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് അദാനി മംഗലാപുരത്ത് പോകുന്നത് VD സതീശൻ മംഗലാപുരത്ത് പോകുന്നു. പ്രൈവറ്റ് ജെറ്റിൽ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒരു 10-20 ലക്ഷം രൂപ മുടക്കി ഒരു ട്രാവലിന് മുടക്കുള്ള ഒരു പ്രൈവറ്റ് ജെറ്റിൽ കേരളത്തിൽ ഇന്നേ വരെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇത് ആരുടെ പൈസയാണെന്നാണ് മറുപടി ഇല്ലല്ലോ. നമുക്ക് ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ കേരള സംവിധാനം പ്രതിപക്ഷം ഞാൻ പറയുന്നു അമ്പേ പരാജയമാണ്. ഒരു വാക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ് ഇങ്ങനെ ഷെയർ നടത്തുന്നതായിട്ട് സർക്കാരിന് അറിയില്ല. അപ്പോൾ അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ് അത് രാവിലെ ക്ലാരിറ്റി വന്നല്ലോ.
ഇങ്ങനെയുണ്ടോ ഒരു സംവിധാനം? മാത്രമല്ല ദേശാഭിമാനിക്കകത്ത് സർക്കാരിന്റെ LDF സർക്കാരിന്റെ സാറേ ഞാനിപ്പോ അതാണ് ദേശാഭിമാനി വിഴിഞ്ഞം പിന്നെ കമ്പനി അത് അദാനി കമ്പനി കൊടുക്കുന്ന പ്രസ് മീറ്റ് അങ്ങനെ അടിച്ചിറക്കുകയാണ്. അദാനി ഇന്നലെ ഞങ്ങൾ 49% കമ്പനി MNC കമ്പനിക്ക് വിറ്റു എന്ന് പറയുന്ന പ്രസ് റിലീസ് ഇല്ലേ, അത് അതേപടി അത് നേരെ എടുത്ത് ദേശാഭിമാനി കൊടുക്കുകയാണ്. കൂടെ ഇവരുടെ കുറച്ച് കോൺട്രിബ്യൂഷനും എന്താണ് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം വന്നതെന്നുള്ളൊരു കോൺട്രിബ്യൂഷനും കൂടെ വെച്ചിട്ട് ഈ സാധനം അടിച്ചിറക്കുകയാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സാറേ വയലേഷൻ നടത്തിയിട്ടുള്ളത് അദാനി പോർട്സ് ആണ്, അത് അറിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി അതിൽ എന്ത് നടപടിയെടുക്കും? ഒരു വാദമുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ വന്നൊരു വാദമാണ്, സെബിയെ അറിയിക്കും മുൻപ് സർക്കാരിനെ അറിയിക്കാൻ സാങ്കേതികമായി പറ്റില്ല. ഓഹരി സംബന്ധിച്ച് ആദ്യം സെബി അറിയണം, അല്ലാതെ അറിഞ്ഞാൽ ഇന്റേണൽ ട്രേഡിംഗ് നടക്കും, പിന്നീട് സെബിയുടെ അടുത്ത് കൊടുത്താൽ അവർ അതിന് അനുമതി കൊടുക്കില്ല എന്നൊരു സാങ്കേതികത്വം അതിൽ പറയുന്നുണ്ട്. ഈ വാർത്താക്കുറിപ്പിൽ ഒരു മിനിറ്റ്, വാർത്താക്കുറിപ്പിൽ പറയുന്നതിൽ സെക്കൻഡ് പാരയിൽ തന്നെ പറയുന്നു, ദ ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്ട് ടു കസ്റ്റമറി അപ്രൂവൽ ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺസ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. സെബി അറിഞ്ഞാൽ ഇന്റേണൽ ട്രേഡിംഗ് നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സെബി അറിഞ്ഞില്ലെങ്കിൽ മീൻസ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി അറിയിക്കും. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങൾ എത്ര ഷെയർ വാങ്ങുന്നുള്ള പ്രയർ അപ്രൂവൽ വാങ്ങാതെ നിങ്ങൾക്ക് സെബിയെ എങ്ങനെയാണ് ഈ ലിസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഇതിപ്പോ 100% ഷെയർ ഈ എഗ്രിമെന്റ് പ്രകാരം ക്യാൻസൽ ചെയ്യാമല്ലോ. 100% ഷെയർ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ സെബിയിൽ പോയിട്ട് എനിക്ക് 49% ലിസ്റ്റഡ് കമ്പനിയാണല്ലോ, ഞാൻ 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുന്നു. 40% ഷെയർ വിൽക്കുന്നു. വിറ്റതിന് ശേഷം ഇനി ഓണറോട് പോയി പറഞ്ഞാൽ മതിയോ ഞാൻ എൻ്റെ 49% ഷെയർ ഉണ്ട്, അത് ഞാൻ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? ലോജിക്കലി കറക്റ്റ് അല്ലല്ലോ. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഈ പറയുന്ന ട്രാൻസാക്ഷൻ എല്ലാം വിടും. MNC കമ്പനിക്ക് എന്താണ് വിഴിഞ്ഞത്ത് റോള്? ഒറ്റ വാർത്ത പറഞ്ഞാൽ മതി. എങ്ങനെയാണ് 1006 കണ്ടെയ്നർ വന്നതിൽ 1000-ലധികം കണ്ടെയ്നർ ഒരു കമ്പനിയുടെ മാത്രം വിഴിഞ്ഞത്ത് വന്നത്? എന്തുകൊണ്ട് വേറെ കമ്പനികൾ വന്നില്ല? അതിന് ഉത്തരവ് എത്ര കാലമായിട്ട് വന്നോണ്ടിരിക്കും? കഴിഞ്ഞ 2 വർഷമായിട്ട് സർക്കാരും അദാനിക്കും അറിയുന്ന കാര്യം അല്ല മേഡം. നമ്മൾക്ക് ഇതിനകത്ത് കാരണം സാധാരണ ജനങ്ങളാണല്ലോ, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ, മാധ്യമപ്രവർത്തകർ, ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ എങ്ങനെ ഇത് നടക്കുന്നതാണ് ചോദിക്കുന്നത്. ഒരു കമ്പനിക്ക് മാത്രം എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അങ്ങനെ ചെയ്യാനാണോ വിഴിഞ്ഞത്ത് പോർട്ട് ഉണ്ടാക്കിയത്? അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ആർക്കാ? സർക്കാരിനാണ്. മുൻപ് ഉള്ള സർക്കാരോ പിൻപുള്ള സർക്കാരൊന്നും അല്ല. എങ്ങനെ ഈ സംവിധാനം ഇതിൽ നിന്ന് വരുമാനം? അപ്പം ഞാൻ എൻ്റെ ചോദ്യം എന്താ അറിയോ, നാളെ രാവിലെ പിന്നെ 60 വർഷത്തേക്ക് ഇവർ നിശ്ചയിക്കുന്നതല്ലേ ഇനി പണം? ഇനി ഈ വിഴിഞ്ഞ ലാഭത്തിൽ പോകണോ നഷ്ടത്തിൽ പോകണോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ഈ കമ്പനികളാണ്. ഇതിൻ്റെ ലാഭവിഹിതം മാത്രമല്ലേ സർക്കാരിനുള്ളൂ? എനിക്കിതിൽ വേറൊരു കാര്യം, ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തുറമുഖം മാത്രം എന്നുള്ളതല്ല, തുറമുഖത്തോടനുബന്ധിച്ച് നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം അടക്കം, അതായത് ഈ തിരുവനന്തപുരത്തിന്റെ മുഴുവൻ മുഖച്ഛായ മാറുന്നതിന് മാത്രമുള്ള വികസന പ്രവൃത്തികൾ കൂടി ഉണ്ടാകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. റോഡ് പോലും ആയില്ല. പറയട്ടെ, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? മറ്റ് ഷിപ്പിംഗ് കമ്പനികൾ അങ്ങോട്ട് വരണമെങ്കിലും, മറ്റ് ഈ ഷിപ്മെന്റുകൾ ഉണ്ടാകണമെങ്കിലും, മറ്റു കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിലും ഇവിടെ ഈ അടിസ്ഥാന ഇനി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതാണ് മുന്ദ്ര, അവരുടേതാണ് എന്നൂർ. ഈ സീ റൂട്ട് അവർക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് നേരെ തിരിച്ചു പറയാം എന്താണെന്നറിയോ, ഈ MNC അല്ലാതെ വേറെ കമ്പനി വേറെ ഒന്നും MNC മാത്രമേ വരുന്നുള്ളെങ്കിൽ അവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും കണ്ടെയ്നറുകൾ ഏതെങ്കിലും പ്രൊഡക്റ്റുമായിട്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്കൂ, അവിടെ നിന്ന് ഇപ്പൊ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനോ ദുബായിലേക്ക് കൊണ്ടുപോകാനോ അവിടെ ഇറക്കി വെച്ച് അടുത്ത കപ്പലിൽ കയറ്റി വിടാം. ഇത് MNC കമ്പനിക്ക് എന്നുള്ള പോലെ മറ്റു കമ്പനികൾക്കും ചെയ്യാലോ. എന്താ മറ്റു കമ്പനികൾ വരാത്തത്? എന്താ MNC കമ്പനികൾ മാത്രമാണ് വരുന്നത്? ശരി, അങ്ങ് ചൂണ്ടിക്കാണിച്ച നേരത്തെ മര്യാദക്ക് റോഡിന്റെ പണി പോലും തീർത്തിട്ടില്ല. പിന്നെ മറ്റ് കമ്പനികൾ വന്നിട്ട് MNC 1006 കമ്പനികൾ അവിടെ ഈ കപ്പൽ കൊണ്ടുവന്നത് എന്തിനായിരിക്കും? അവർക്ക് ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട്. അല്ല, അവിടെ നോക്കൂ, അവിടെ അവർക്ക് ഗുജറാത്തിൽ കൊണ്ടുപോയ പോരെ, എന്നൂരുണ്ട്. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് ആകെ ഉപകാരം സംഭവിച്ചിട്ടുള്ളത് ഇവർക്ക് മാത്രമാണ്, മറ്റാർക്കും ഇല്ലെന്നാ പറഞ്ഞത്. തർക്കിക്കാനല്ല പറഞ്ഞത്. എന്റെ സംശയം MNCക്ക് എന്നൂർ അവരുടേതാണ്, മുദ്ര അവരുടേതാണ്. നോക്കൂ, അത് കണ്ടെയ്നർ ഷിപ്പല്ല, കണ്ടെയ്നർ ടെർമിനലാണ് അവരുടേത്. സാങ്കേതികമായി വരുന്ന കപ്പലുകൾ അല്ലെങ്കിൽ ചരക്കിറക്കുന്ന കപ്പലുകൾ മറ്റു കമ്പനികളുടേതുമാണ്. സാങ്കേതികത്വം പറയുന്നതാണെങ്കിൽ രസമാണ്. കാരണം പബ്ലിക് ആദ്യം അറിയണമെന്നുള്ളതാണ് സെബിയുടെ നിയമം.
പബ്ലിക് അറിയണം, അത് കഴിഞ്ഞിട്ട് സർക്കാർ അറിയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനുള്ളവർക്ക് പണമിറക്കിക്കൊണ്ട് വലിയ ഷെയറുകൾ വാങ്ങിയിടാം. അല്ലല്ല, അവിടെ ആ ആർഗ്യുമെന്റ് അപകടം ചെയ്യും. കാര്യം ഇതിപ്പോ എനൂറിന്റെ മുദ്രയുടെ കാര്യത്തിൽ നടക്കും, പക്ഷെ ഇത് അതാണ് ഇവിടെ സർക്കാരിന്റെ പങ്കാളിത്തമുണ്ട്. സർക്കാർ ഈ അതോറിറ്റി ആരാണ്? പബ്ലിക് ആദ്യം അറിയണം. അല്ല സാർ, അതോറിറ്റി കേരള സർക്കാരാണ്. കാര്യത്തിൽ അങ്ങനെയല്ല. മുദ്രയുടെ കാര്യത്തിലോ എനൂറിന്റെ കാര്യത്തിലോ അത് പ്രൈവറ്റ് പോർട്ടാണ്. ഇത് പ്രൈവറ്റ് പോർട്ട് അല്ല, ഇതിന്റെ അതോറിറ്റി സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് അറിഞ്ഞിട്ടേ ബാക്കി എന്തും നടക്കാൻ പാടുള്ളൂ എന്നൊരു ക്ലോസ് എഴുതി വെച്ചിട്ട് സെബിയുടെ ചട്ടം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? MSC വന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ യോജിക്കണം. MSC ഒരു കുത്തക കമ്പനിയാണ്. ഒറ്റ ട്രാൻസാക്ഷന്റെ പേരിൽ അദാനി പോർട്ടിന്റെ ഷെയർ ഈ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ളത്, ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കൂടുതലാണ്. മണിക്കൂറുകൾക്കുള്ളിൽ മൊത്തത്തിലുള്ള ലാഭത്തിൽ നിന്നല്ല, അദാനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് MSCക്ക് കൊടുക്കേണ്ടത്. അതാണ് അങ്ങനെയല്ലേ കമ്പനി 2034 വരെ മൊത്തം ലാഭം അദാനിക്ക് മാത്രമാണ്. 2034 കഴിഞ്ഞാൽ 99%, 35 98%, 2060 വരെ ആ ലാഭം ഓരോ ശതമാനം മാത്രമാണ് കേരളത്തിൽ കൊടുക്കുക. 1% മാത്രം അല്ലേ? ഓരോ വർഷവും അഡീഷൻ. ഈ ചുരുക്കത്തിൽ എന്താ, 2454 കോടി ഇട്ടു, 27,000 കോടി വാരി അദാനി. കേരള സർക്കാർ എത്ര ഇട്ടു? 6,000 കോടി ഇട്ടു, 5 പൈസ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ രണ്ടാം ഘട്ട വികസനം കഴിയുമ്പോൾ ഇപ്പോഴുള്ള 51% മൂല്യം ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിക്കും. 2,15,000 കോടിയാ. അപ്പോ അങ്ങനെ വരുമ്പോ MSCയുടെ എത്രയായിരിക്കും? MSCയുടെ 49% 1 ലക്ഷം കോടിയിലേക്ക് കേരള സംസ്ഥാന 60 വർഷം കഴിയുമ്പോൾ ആധികാരികമായി ഓപ്പറേഷൻ തൂഫാന്റെ ഹെഡ് ഓഫീസ് അവിടേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം അത്ര ആൾക്കാർ മതിയാവത്തില്ല. ആരും അറിയാതെയോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 3. Meet the editors.